അങ്ങയെക്കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ പേരിനൊപ്പം പ്രസിദ്ധമാണല്ലോ ദേവനാരായണൻ തിരുമേനിയുടെ പേരും. ആളുകൾ നല്ല വിധത്തിൽ പെരുമാറുന്നു, എല്ലാ ബഹുമാനവും തരുന്നു. എല്ലാം ഭഗവാന്റെ ഇച്ഛ. അമ്മയാണ്. അല്ല, ചെറുക്കം വന്നില്ലേ? അവൻ വരും. പെൺകുട്ടിയെ അവൻ നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഞങ്ങളോടിങ്ങി നേരത്തെ വന്നോളാൻ പറഞ്ഞു. തിരുമേനി, ഇതിപ്പോ ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ട് മുന്നിൽ നിർത്തിയിട്ട് എന്റെ കല്യാണം കഴിഞ്ഞു, ഇവളാണ് എന്റെ ഭാര്യ എന്ന് പറയുന്നതാണല്ലോ ഇന്നത്തെ കുട്ടികളുടെ ശീലം. അക്കാര്യത്തില് ഞങ്ങൾ എന്തോ മഹാഭാഗ്യം ചെയ്തു എന്ന് കരുതണം. പ്രിയങ്ക മോളെ കണ്ട് ഇഷ്ടമായപ്പോ നേരെ ഞങ്ങളോട് വന്ന് പറയുക ചെയ്തത്. ആ, ഈ കാഴ്ചയും ഇഷ്ടവും ഒന്നും പ്രിയങ്കമോൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ചു ദിവസമായിട്ടേ കണിമംഗലത്ത് പ്രിയങ്കയുടെ വിശേഷങ്ങൾ മാത്രം. വരുണിന്റെ കഥകള് കേട്ട് ഞങ്ങള് പൊറുതിമുട്ടിന്ന് തന്നെ പറയാം. അങ്ങനെയാ. എന്നാ പിന്നെ വന്ന് കണ്ടു കളയാന്നങ്ങ് തീരുമാനിച്ചത്. അല്ല, ഇത് എന്റെ മൂത്ത മരുമകളാ കൽപ്പന. ഓ, അല്ല, അപ്പൊ മൂത്ത മകൻ? അദ്ദേഹത്തിന് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല. ഓ, തിരക്കായിരിക്കും അല്ലേ? അമ്മേ, ഒന്ന് വരാം. എന്താ? ഒന്ന് വാ. മോനെ വാ. എന്താ മോളെ? ഇപ്പൊ എങ്ങോട്ടും പോവാറില്ല. അവന് ഒരു ആക്സിഡന്റ് പറ്റി, അതാ. അയ്യോ, വിധി അല്ലാതെ എന്താ പറയാ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ഞങ്ങളുടെ മോൻ. ഇത് എന്റെ രാധിക. ഞങ്ങൾക്ക് പ്രിയങ്ക മോളെ കാണാനാ തിടുക്കം. യശോദേ, എന്നാ പിന്നെ മോളെ വിളിച്ചു. അല്ല, എടുക്കുമോളെ? ഓ, എനിക്കിത് വേണ്ട. പ്രിയേ, പ്രിയേ, ഇവിടെവിടെ പോയി? എന്തൊരു ചൂടാ ഇവിടെ. ചൂടോ? ഈ നാട്ടിൽ എല്ലാവരും പറയുക ഈ വീടിനകത്ത് ചൂട് കുറവാണെന്നാ. എസിയും തണുപ്പൊന്നും ശീലമില്ലാത്തവർക്കേ അങ്ങനെയൊക്കെ തോന്നും. ഇപ്പോഴത്തെ കുട്ടികള് കൂടുതൽ സമയവും ബെഡ്റൂമിലാണല്ലോ. അവിടെ AC ഒക്കെ ഇട്ടിരിക്കുമ്പോ പുറം ലോകത്തെ കുറിച്ച് ചിന്തിക്കില്ല. ഇവിടെ AC-യുടെ ആവശ്യം അങ്ങനെ ആർക്കും തോന്നിയിട്ടില്ല. ഇനിയിപ്പോ അഥവാ തോന്നിയാൽ തന്നെ അതിനുള്ള മാർഗവും ഇല്ല. പ്രിയേ, അമ്മേ, അവളിവിടെ ഒന്നും ഇല്ലല്ലോ. എന്റെ ദൈവമേ, ഇത്രയും വലിയ മനുഷ്യര് വന്ന് കാത്തിരിക്കുക. ഇതെന്താ ഇവള് കാണിക്കുന്നേ? അമ്മ പേടിക്കല്ലേ. ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് വേഗം പോയി നോക്കുമോളെ. അമ്പലങ്ങളിൽ തിക്കും തിരക്കും കൂടുന്നുണ്ടെന്ന് പറഞ്ഞ സത്യമാ. പക്ഷേ യഥാർത്ഥ ഭക്തന്മാരുണ്ടോന്ന് ചോദിച്ചാ ഇല്ലെന്നാണ് ഉത്തരം.
എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നടക്കണം. അതിനുള്ളൊരു ഉപാധിയാണ് ദൈവം. അത് തിരുമേനി പറയുന്ന സത്യം. മുൻപൊക്കെ കർമ്മഫലം ഈശ്വരൻ തരുമെന്നാണ് പറയുക. ഇപ്പൊ മറിച്ച കർമ്മഫലം എന്തായിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടാ ഈശ്വരന്മാരുമായിട്ടുള്ള എഗ്രിമെന്റ് തന്നെ. ഒന്ന് വന്നേ. പറയാം. ഞാനിപ്പോ വരാം. എന്താ? പറയാം. ഒന്ന് വന്നേ. എന്താ നീ കാര്യം പറ. പ്രിയ എവിടെയൊന്നും കാണുന്നില്ല. എന്താ പറഞ്ഞ്? കാണുന്നില്ലേ? ആ, ഞാൻ ഇവിടെയൊക്കെ നോക്കി. ഇവിടെ എങ്ങും ഇല്ല. എല്ലായിടത്തും നോക്കിയോ? നോക്കി. ഇവിടെ എങ്ങും ഇല്ല. വാ നോക്കാം. അവളെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ തന്നോട് പ്രത്യേകം പറഞ്ഞല്ലേ. വന്നിരിക്കുന്നവരോട് ഞാൻ ഇനി എന്താ പറയാ? അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും ഓർത്തോ? രാധികയാണെങ്കിൽ അമ്പലത്തിലും ആയിരുന്നല്ലോ. ഇതിൽ പോലൊരു നാണക്കേട് ഉണ്ടാവാനില്ല. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. മോളെ എവിടെയെങ്കിലും കണ്ടോ അവളെ? ഇല്ല അച്ഛാ, ഞാൻ അയൽവക്കത്തൊക്കെ ചോദിച്ചു, പക്ഷെ അവിടെ ഒന്നും ചെന്നിട്ടില്ല. എന്താടാ? പ്രിയങ്ക മുറിയിൽ തന്നെ ഉണ്ടായിരുന്നതാ അമ്മേ. ഇപ്പോ അതിനുള്ളിൽ എന്ത് മായാജാലോ സംഭവിച്ചത്? യശോദേ, നീ വന്നേ. എങ്ങോട്ടാടാ? അവളെ തിരയട്ടെ. എടി, എവിടെ പോയതാ അവള്? നീ അവളെ എങ്ങോട്ടാ പറഞ്ഞയച്ചേ? എന്താ മുത്തശ്ശി പറയുന്നത്? എനിക്കറിയാം, ഇത്രയും വലിയൊരു കല്യാണാലോചന വന്നത് നിനക്ക് സഹിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അത് എങ്ങനെയെങ്കിലും മുടക്കണമല്ലോ. അവൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലേ അതിന്റെ കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയ. കൃഷ്ണ, ഓരോരുത്തരായിട്ട് പോകുന്നതല്ലാതെ പെൺകുട്ടിയെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. ലാളിത്യമാണ് പെൺകുട്ടിയുടെ അഴകെന്ന് ഇവിടെ ചിലരൊക്കെ പറയുന്നത് കേട്ടല്ലോ. ആ, ഒരിക്കൽ മതിയായിട്ടില്ലാന്ന് തോന്നുന്നു. നീ ഒന്നും മിണ്ടാതിരിക്കോ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഓ, പെണ്ണ് കാണാൻ വരുന്നവരുടെ മുമ്പിലേക്ക് അവളെ എത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ നിന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കും. അല്ല, അടക്കവും ഒതുക്കവുമാണ് പെൺകുട്ടികളുടെ അഴകെന്ന് പറയുന്നത്. എത്രമാത്രം അടക്കവും ഒതുക്കവും കാണിക്കുന്നോ അത്രമാത്രം ഈശ്വരന്റെ അനുഗ്രഹവും ഉണ്ടാവും. ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ കുട്ടിയെ. ശരിക്കും ഈ കുട്ടി ആരാ? ഈ കുട്ടിയോ? ഇതിവിടുത്തെ വേലക്കാരിയാ. നല്ല മോള, നല്ല ഐശ്വര്യമുള്ള കുട്ടി. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് സാരമില്ല സിസ്റ്റർ, ഡ്രസ് ചെയ്തോളൂ. ചെറിയൊരു മുറിവേ ഉള്ളൂ, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. 2-3 ദിവസം കഴിയുമ്പോൾ നാച്ചുറലി അത് ഉണങ്ങിക്കോളും. പിന്നെ പെയിനുള്ള ഒരു മരുന്ന് ഞാൻ കുറിച്ചിട്ടുണ്ട്, അത് കൊടുത്താൽ മതി. താങ്ക് യു ഡോക്ടർ. സൂര്യ, വീൽ ചെയറിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കുതിച്ചുകൊണ്ടേയിരിക്കും. എഴുന്നേൽക്കാനും നടക്കാനും ഒക്കെ തോന്നും. പക്ഷേ ശരീരം അതിന് പാകപ്പെടുന്നത് വരെ ക്ഷമിച്ചേ മതിയാവും. ഇനി അബദ്ധം പറ്റില്ല ഡോക്ടർ. എങ്കിൽ ആയിക്കോട്ടെ. താങ്ക് യു ഡോക്ടർ. വേണ്ട. വരുണേ, നീ ഗൗതമിനെ വിളിച്ചിങ്ങോട്ട് വരാൻ പറ. ഞാൻ അവൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കോളാം.
എന്നിട്ട് നീ അവരുടെ അടുത്തേക്ക് ചെല്ലേ. ഇല്ല, പോകുന്നില്ല. ഞാൻ ഒരു കാരണവശാലും പോവില്ല. ഞാനേ ഏട്ടനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ. അപ്പോഴേക്ക് എത്താൻ സമയാവും. നീ പറയുന്നത് കേക്ക്. അതേ, ഏട്ടൻ മറത്തൊന്നും പറയണ്ട. ഏട്ടനെ വീട്ടിലെത്തിക്കാതെ എനിക്ക് സമാധാനം കിട്ടില്ല. ശരി, എങ്കിൽ നീ അമ്മയെ വിളിച്ച് കാര്യം പറ. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഏട്ടൻ വാ. ഇനിയിപ്പോ ഇവരോട് എന്താ പറയാ? എന്ത് പറയാനാ, അവരോട് പോയിക്കോളാൻ പറയാം. എന്നേക്കുമായി ഇത് മറക്കുകയും ചെയ്യാം. ശ്ശോ. അച്ഛാ, ദേ പ്രിയങ്ക വരുന്നു. യശോദേ, ഇവളെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ അടുത്തേക്ക് കൊണ്ടുപോവാ. പെണ്ണ് കാണാൻ വന്നവർ ഇതുവരെ പോയില്ലേ? പോയിട്ടുണ്ടാവും കരുതിയാ ഞാൻ തിരിച്ചു വന്നേ. ഡി, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. വാ. പ്രിയേ, അച്ഛനും അമ്മ എന്ത് വിഷമിച്ചോന്നറിയോ? നീ വാ. വാ. ചേച്ചി ചുറ്റുപാടും കുറച്ച് കുട്ടികളുണ്ടേ. പഠിത്തത്തിൽ എന്തെങ്കിലും സംശയം വന്നാ അവര് പ്രിയങ്കമോളെ തേടിയാ വരിക. വിളിച്ചോണ്ട് പോയാ അവരുടെ സംശയങ്ങളെല്ലാം തീർത്തിട്ടേ മോളെ വിടും. മോക്കാണെങ്കിൽ അവരൊക്കെ പ്രാണനാ. ഇപ്പോ തൊട്ടടുത്തൊരു കുട്ടിയുടെ കൂടെ ഒന്ന് പോയതാ. അതായിരുന്നു ഈ കാണാത്തതിലൊരു പരിഭ്രമം. മോള് വന്നായിരുന്നോ? വന്നു. യശോദേ, മോളെ വിളിക്കുക. ഇതാ പ്രിയങ്കമോള്. മോളെ, എല്ലാവരുടെയും അനുഗ്രഹമായി. ഇനി വാ, ചെന്ന് അനുഗ്രഹം വാങ്ങിക്കും. എന്റെ കാലം തൊട്ട് അനുഗ്രഹമൊന്നും വാങ്ങണ്ട. എനിക്ക് കാരണവത്തിയാകേണ്ട പ്രായമൊന്നുമില്ല. മോള് പോരെ. ശരി. പ്രായം നോക്കിയൊന്നും അല്ലല്ലോ ആചാരങ്ങള്. കണക്ക് പ്രകാരം പ്രിയങ്ക മോൾക്കേ നീ ചേട്ടത്തിയല്ലേ? മുത്തശ്ശി എന്നെ ആചാരങ്ങളൊന്നും പഠിപ്പിക്കണ്ട. പഠിപ്പിക്കാനുള്ളത് മുഴുവനേ ദേ അങ്ങോട്ട് പഠിപ്പിച്ചോളൂ. അതാ എളുപ്പം. പ്രിയങ്ക മോളെ ആചാരവും സംസ്കാരവും ഒന്നും പഠിപ്പിക്കേണ്ടി വരില്ല. ദേവനാരായണൻ തിരുമേനിയുടെ മകൾക്ക് എന്തായാലും അങ്ങനെ ഒരു കുറവ് വരില്ലല്ലോ. പറയുന്ന ഓരോ വാക്കിലും എനിക്കും എൻ്റെ കുടുംബത്തിനും ബഹുമാനം മാത്രമാണ് നിങ്ങൾ തരുന്നത്. അത് അതേ അളവിൽ തിരിച്ചു തരാൻ ഞങ്ങൾക്ക് പ്രാപ്തി ഉണ്ടോന്നാ സംശയം. തിരുമേനി, കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക വ്യത്യാസത്തെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഞങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടം തോന്നിയ അവന് ചേരുന്ന ഒരു മകള് അങ്ങയ്ക്കുണ്ട്. ഞങ്ങൾ ആ രീതിയിലേ നോക്കിക്കാണും. എല്ലാം തികഞ്ഞൊരു മകളെന്ന് പറയുന്നതേ എത്രയോ വലിയ ധനമാ. മോളെന്താ ഒന്നും പറയാത്തത്? അല്ല, അതിന് എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. പെണ്ണ് കാണല്ലേ, അങ്ങനെ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനൊരു ആവശ്യമേ ഇല്ല. കുട്ടിയുടെ രൂപവും കുട്ടിയുടെ ചിരിയും നടത്തവും ഒക്കെ എത്രയോ മുമ്പ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.
പിന്നെ മോളകത്തേക്ക് പോയിക്കോ. നിൽക്കും മോളെ. എന്റെ വരുൺ മോനെ തെറ്റിയിട്ടില്ലേ? ഞാൻ അവനോട് പറയുമായിരുന്നു, കൃഷ്ണന്റെ രാധയെ പോലൊരു പെൺകുട്ടിയാണ് അവന് ചേരുകയെന്ന്. ശരിക്കും രാധയെ പോലെ തന്നെ. ഇവരുടെ പേരക്കുട്ടി എപ്പോഴാ എന്നെ കണ്ടേ? ആ ഏതെങ്കിലും വായി നോക്കിയായിരിക്കും. ഒന്നും മിണ്ടാതിരിക്കും, അകത്തേക്ക് നടന്നേ പോ. ഹലോ. ആ അമ്മേ, ചേട്ടനൊന്ന് വീണു ഹോസ്പിറ്റലിൽ. പേടിക്കാനൊന്നുമില്ല, എന്നാലും നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട്. ആ ശരി അമ്മ, എന്നാ ഞാൻ വെക്കാം. എന്തു പറ്റി? വരുണാ വിളിച്ചത്. എന്തു പറ്റി? നമ്മൾ പോന്നു കഴിഞ്ഞപ്പോ സൂര്യ ഒന്ന് വീണൂന്ന്. വരുൺ സൂര്യൻ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞത്. അതൊരു കഷ്ടമായല്ലോ. ഒരു നല്ല കാര്യം നടക്കുന്നതിനിടയ്ക്ക്. കേട്ടപ്പോ മനസ്സിനെന്തോ ഒരു സൂര്യയോട് അവന് വല്ലാത്ത സ്നേഹമുണ്ട്. സൂര്യ ഒന്ന് ഓക്കെ ആവുന്നതുവരെ ഇനി അവൻ അവന്റെ അടുത്തുനിന്ന് മാറില്ല. അല്ലെങ്കിലും ഇപ്പോ അവൻ വരേണ്ട കാര്യമില്ലല്ലോ. അവൻ പെൺകുട്ടിയെ നേരത്തെ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ. എന്നാലും അത് ശരിയല്ലല്ലോ. വരുൺ പ്രിയങ്കയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അതൊക്കെ സത്യം തന്നെയാ. വരുണിനെ കണ്ട് പ്രിയങ്കയ്ക്ക് ഇഷ്ടപ്പെടണ്ടേ? ഞാനൊരു തീരുമാനം എടുത്താ എന്റെ കുട്ടി അതനുസരിക്കും. ഏയ്, അതൊക്കെ പണ്ടാ തിരുമേനി. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മനസ്സ് വായിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടാ. എല്ലാ പെൺകുട്ടികളും ഒരുപോലെ ആവണമെന്നില്ല കൽപ്പനെ. തിരുമേനി ഒരു കാര്യം ചെയ്യും, സൗകര്യം പോലെ മോളുടെ അഭിപ്രായം ഒന്ന് ചോദിക്ക, എന്നിട്ട് അറിയിച്ചാ മതി. കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാന്നേ. അല്ല, എല്ലാവരും കൂടെ ഉള്ള സ്ഥിതിക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ദാസപ്പൻ ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കുടുംബത്തിലുള്ളതെല്ലാം കൂട്ടിവച്ചാൽ പോലും കണിമംഗലത്തുകാര് പതിരായിട്ട് എടുത്തു കളയുന്നതിനൊപ്പം പോലും എത്തില്ല. പിന്നെ ഞങ്ങളെ കൊണ്ടാവുന്നത് എന്തെങ്കിലും അതേപ്പോ എനിക്ക് പറയാൻ പറ്റും. ഭഗവാൻ നിങ്ങളെവിടെ എത്തിച്ചു, എല്ലാം അദ്ദേഹം നടത്തുന്നു, അത്ര തന്നെ. എന്നാ പിന്നെ തൽക്കാലം ഞങ്ങൾ ഇറങ്ങുക. മോന്റെ കാര്യത്തില് ചെറിയൊരു ടെൻഷനുണ്ട്, അതുകൊണ്ടാ. ആയിക്കോട്ടെ മോളെ പ്രിയങ്കേ. എന്നാ ഞങ്ങൾ വരട്ടെ മോളെ. വൈകാതെ മോളെ അങ്ങോട്ട് എത്തുമല്ലോ. ശരി. എന്നാ ശരി. അങ്ങനെ ആവട്ടെ. അതെ, വരുണിന് പ്രിയങ്ക മോളുടെ ഫോട്ടോ ആവശ്യമില്ല. പക്ഷേ പ്രിയങ്ക മോള് വരുണിനെ കണ്ടിട്ടില്ലല്ലോ, അല്ലേ? ഈ ഫോട്ടോ മോളെ കാണിച്ചോളൂ. ഓ, എന്നാ ഞാൻ അങ്ങോട്ട്. നീ ഞങ്ങളെ കരുതിക്കുട്ടി അപമാനിക്കാനായിരുന്നു തീരുമാനം അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തല വേദനിച്ചിട്ട് വയ്യായിരുന്നു. ഞാൻ മരുന്ന് വാങ്ങിക്കാനാ പോയത്. കാര്യങ്ങളെല്ലാം നന്നായി സംഭവിച്ചുകൊണ്ട് അതിനു മേലെ ഞാനൊന്നും പറയുന്നില്ല. ഇനി ഈ വിവാഹം നടക്കുന്നവരെ
ഈ വീട്ടിൽ നിന്ന് നീ പുറത്തു പോകാൻ പാടില്ല. ദാ ചെറുക്കന്റെ ഫോട്ടോ കണ്ടോ? എനിക്കൊന്നും കാണണ്ട. മോളെ എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യവും ഇല്ല. പ്രിയങ്കേ, ബഹളമൊന്നും വേണ്ടടാ, പറഞ്ഞു മനസ്സിലാക്കാം. ഇത്രയും വലിയൊരു മഹാഭാഗ്യം വന്നു കേറിയിട്ട് അതവൾക്ക് മനസ്സിലാകാതിരിക്കൂ. ഇങ്ങ് തന്നെ. ആഹാ, നല്ല പയ്യൻ. പരമേശ്വരന്റെ അതേ തറവാടിത്തം ഉണ്ട് മുഖത്തിന്. മോളെ, അവളുടെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങുമ്പോ നീ തന്നെ കൊണ്ടുപോയി കാണിക്കും. അമ്മേ, വിവാഹത്തിന് അവളെ സമ്മതിപ്പിക്കേണ്ട ഉത്തരവാദിത്തം അമ്മയ്ക്കാ. ആ. അമ്മ പറയുന്നതല്ലേ അവള് കേക്കൂ. നീ പേടിക്കണ്ടടാ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം.